ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. എൻ്റെ പേര് ഫിലിം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രീം ചൂസ് ചെയ്യണം. അഡ്മിഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട്സും കൺഫ്യൂഷൻസും വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്ന രീതിയിലും അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഈസിനെസ് ഉണ്ടാക്കുന്ന രീതിയിലും ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനറിക് ആയിട്ടുള്ള കുറേ സ്ട്രീംസ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ട് കുറേ സ്ട്രീംസ് ലൈക്ക് ഗ്രാഫിക് ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ആനിമേഷൻ, പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള കോഴ്സ് സ്ട്രീംസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ലാതെ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വേറെയും മേഖലകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അതുകൂടി നമുക്ക് അറിയണം. അതുകൂടി അറിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഏത് സ്ട്രീം വേണമെന്നതിനെ ചൂസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ ഈസിനെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതിന് എനിക്ക് പറയാനുള്ള രണ്ട് റീസൺസ് ആണ്. ഒന്ന് ഇൻഫർമേഷൻ, ഒന്ന് ഗ്രോത്ത്. ഓൾമോസ്റ്റ് 90% ഓഫ് ദ പീപ്പിളിനും ഉള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗ്രാഫിക് ഡിസൈൻ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈൻ, അല്ലെങ്കിൽ ആനിമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും. കോമൺ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. എൻ്റെ മോൻ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ പഠിച്ചു കഴിഞ്ഞു, സിസ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ഏത് കോഴ്സിന് പോകണമെന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചില അങ്കിൾസിനോടോ ആൻറ്റീസിനോടോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഉള്ളവരോടോ ഇല്ലാത്തവരോടോ ആയിട്ടുള്ള പലരോടും ചോദിക്കും. അവരവരുടെ അഭിപ്രായങ്ങളായിരിക്കും ബേസിക്കലി അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അപ്രോച്ചായിരിക്കും അവർ മനസ്സിൽ നിന്ന് എടുത്ത് നമ്മളോട് പറഞ്ഞു തരുന്നത്. അത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അവരുടെ ആ ഒരു അപ്രോച്ച്, അവരുടെ ഒരു വീക്ഷണം എപ്പോഴും 90% അല്ലെങ്കിൽ 100% കറക്റ്റ് ആവണമെന്നില്ല. 50% പോലും കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു ഇൻഡസ്ട്രിയെ ആക്ച്വലി പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയോ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകളാണ്. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗെയിം ഡിസൈനിന് പുറകിലോ ഒക്കെ ഉള്ളത്. ഈ പറഞ്ഞ നൂറുകണക്കിന് ആൾക്കാരുള്ളതിൽ ഓരോരുത്തർക്കും ഓരോ ജോബുണ്ട്. അത് ഒരാളുടെ ജോബിൽ നിന്ന് മറ്റൊരാളുടെ ജോബ് വളരെ ഡിഫർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം മൂന്നാമതൊരാളുടെ ജോബ് ആദ്യത്തെ 2 പേരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നാലാമതൊരാളുടെ ജോലി വീണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം ജോബ് ഇവരെല്ലാം നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തു പോകുന്നത്. ആനിമേഷനിൽ തന്നെ പറയുവാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വളരെയേറെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കോൺസെപ്റ്റ്, മോഡലിങ്, ടെക്സ്റ്റിങ്, ലൈറ്റിങ്, ആനിമേഷൻ, റിഗിങ്, അങ്ങനെ പോകുന്നു, തീരുന്നില്ല. അപ്പോൾ ഇനി കുറച്ചുകൂടെ അതിനകത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റോട് കൂടി തന്നെ സ്ട്രീംസിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 2 റീസൺസിൽ രണ്ടാമത്തെ റീസണിലാണ് ഞാൻ ഈ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഈ സ്ട്രീമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നമുക്ക് ഗ്രാഫിക് ഡിസൈൻ എന്ന സ്ട്രീമിനെ കുറിച്ച് തന്നെ ഇപ്പോൾ നോക്കാം. വേൾഡ് എക്കണോമിക് ഫോറം ഫ്യൂച്ചർ ഓഫ് ഡിസൈൻ ഇൻ 2025 എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഗ്രാഫിക് ഡിസൈൻ ഇപ്പോൾ ഡിക്ലൈനിങ് ജോബ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഗ്രാഫിക് ഡിസൈനിൻ്റെ ജോബ് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാഫ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി പല ജോബുകളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജോബുകൾ അപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്രാഫിക് ഡിസൈനിൻ്റേത് കുറച്ച് ഡൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ റിപ്പോർട്ട് പ്രകാരം കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്കും ഗ്രാഫിക് ഡിസൈനർ ആകാൻ പറ്റും. മാർക്കറ്റ് ആക്ച്വലി ഗ്രാഫിക് ഡിസൈനേഴ്സിനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ കോമ്പറ്റീഷൻ അതുപോലെ കൂടും. ഒരു കാര്യത്തിന് വേണ്ടി 1-2 ആളുകൾ ഉള്ളതും ഒരു കാര്യത്തിന് വേണ്ടി 100 ആളുകളുള്ളതും എന്ന് പറയുമ്പം അവിടെ 100 ആളുകളുള്ള പോർഷനാണ് വെല്ലുവിളി കൂടുതൽ. 100 ആളുകളിൽ ഒരാളായി നിൽക്കുന്നതാണ് വെല്ലുവിളി കൂടുതൽ. നമുക്ക് 100 ആളുകളിൽ ഒരാളാണ് നമ്മളെങ്കിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട രീതിയിലുള്ള ഒരു 10 പേരിൽ ഒരാളാണെങ്കിൽ നമുക്ക് അത്രയും പേടിക്കേണ്ട. പക്ഷേ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെയല്ല. ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ ബ്ലോഗിങ് ചെയ്യുന്നവരാണെങ്കിലും റീൽസ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാം അവർ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങോ വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആപ്സ് വരെ നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ AI കൂടി വന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തെ ജനറേഷൻസിലുള്ള പിള്ളേർ പെട്ടെന്ന് പഠിച്ച് എടുത്ത് ചെയ്യുന്നുണ്ട്. സോ അത് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് ഗ്രാഫിക് ഡിസൈൻ ജോബ് ഇന്നതുകൊണ്ട് കൂടിയാണ് ഡിക്ലൈനിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാലക്രമേണ അതില്ലാതെയായി മാറും. മറ്റു പല സ്ട്രീംസും ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഗ്രാഫിക് ഡിസൈനിങ് ചേരുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. ജോബ്സ് ഗ്രാഫിക് ഡിസൈൻ എന്നൊരു പേര് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തുടക്കമായിട്ടുണ്ട്.
അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തിനാ ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടി പൈസയും ടൈമും ഒക്കെ വേസ്റ്റ് ആക്കുന്നത്? നല്ലൊരു കോഴ്സ് ഏതാണെന്നോ നല്ലൊരു സ്ട്രീം ഏതാണെന്നോ ശരിക്കും നോക്കി അന്വേഷിച്ചതിന് ശേഷം അതിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആക്ച്വലി ഗ്രാഫിക് ഡിസൈൻ വെറുത്തുകൊണ്ട് പറയുന്നതല്ല. ഐ ഡോണ്ട് ഹേറ്റ് ഗ്രാഫിക് ഡിസൈൻ. എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു മേഖല നമുക്ക് ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇനിയുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ വിത്ത് ദ നെയിം. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് കൺഫ്യൂഷൻ വിത്ത് ദ നെയിം കൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് കുറേ കോഴ്സുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. കുറേ കോഴ്സുകൾ കോളേജുകളിൽ സ്ട്രീമുകളായിട്ട് വരുന്നുണ്ട്. ഈ കോഴ്സിൻ്റെ പേരുകൾ നമ്മളെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റീസൊക്കെ പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഒരു പേരിൻ്റെ ഫാൻസി കൊണ്ട് ആൾക്കാർ ചേരുന്നുണ്ട്. ഒരു പുതുമയുള്ള പേരുകൾ കാണുമ്പോൾ നല്ലൊരു കോഴ്സാണ് എന്ന് വെച്ച് തന്നെ കയറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ്, കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. നല്ലതാണോ ചീത്തയാണോ, ഇതെന്താണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജോബിലോട്ട് ഏത് ഇൻഡസ്ട്രിയിലോട്ടാണ് കയറേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത രീതിയിൽ പഠിച്ചിറങ്ങുന്നവർ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നത്തെ കാലത്ത് ബേസിക് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അതുപോലത്തെ സുവോളജിയോ അങ്ങനത്തെയൊക്കെ കോഴ്സുകൾ ചെയ്ത് വരുന്ന ആൾക്കാർ കൂടുതൽ ഇപ്പോൾ പോകുന്നത് ബികോം ആയിക്കോട്ടെ ആണെങ്കിൽ കൂടി കൂടുതൽ പേരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഞാനിപ്പോൾ ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടേക്കുന്നത് എല്ലാവരും UI/UX എന്നൊരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ മേഖലയിലോട്ട് ഒരു നല്ലൊരു ഡാം പൊട്ടിപ്പോകുന്ന രീതിയിൽ ഒഴുകി വരുന്ന പോലെ ഒരു കുത്തൊഴുക്കിലാണ് ഈ ഫീൽഡിലേക്ക് എല്ലാവരും ചാടി ചേക്കേറാൻ ശ്രമിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി മനസ്സിലാക്കുന്നത് രണ്ട് ടൈപ്സിലാണ്. ഒന്ന് IT ഡിസൈൻ, രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ. IT ഇൻഡസ്ട്രിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനറിനെ നമ്മൾ പറയും UI/UX ഡിസൈനർ. ഇനിയും UI/UX ലോട്ട് എല്ലാവരും പോകുന്നു എന്ന് വെച്ചിട്ട് UI/UX മാത്രമാണോ ഒരു കരിയർ, വേറെ ഒന്നും സേഫ് ആയിട്ടുള്ള കരിയർ അല്ല, UI/UX മാത്രമാണ് സേഫ് ആയിട്ടുള്ള കരിയർ എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വരുന്ന മൊമെൻറ്റ്സിലുണ്ട്. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ഗൈസ്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് എന്ന് പറയുമ്പോൾ ജോബ് ടൈറ്റിൽ വരുന്നത് ചിലപ്പം ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കിൽ സെറ്റ് വരുന്നത് വീഡിയോ എഡിറ്ററോ അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക് ഡിസൈനറോ ഒക്കെ ആയിട്ടുള്ള അവർക്കൊക്കെയുള്ള സ്കിൽ സെറ്റ് ആയിരിക്കും ഈ ഗ്രാഫിക് ഡിസൈനറിന് വേണ്ടി റിക്വയർമെൻറ്റ് പറയുന്നത്. അതൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ജോബിൽ മാത്രമല്ല പല ജോബിലും ഇതുപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ. കാരണം ഞാൻ UI/UX ഡിസൈനറാണ്, അല്ലെങ്കിൽ ഞാൻ 3D ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ് എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പോൾ കൂടുതലും ഇപ്പം UI/UX കോഴ്സ് പഠിച്ചിറങ്ങുന്നവരുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പ്ലേസ്മെൻറ്റ് പല വെബ്സൈറ്റുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വെബ്സൈറ്റുകളിലും ഈ UI/UX കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോ ഗ്രാഫിക് ഡിസൈനിങ്ങിനോ പ്ലേസ്മെൻറ്റ് കിട്ടുന്നവർ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. പഠിച്ച കോഴ്സ് UX ഡിസൈന്, കിട്ടിയേക്കുന്ന ജോബ് പ്ലേസ്മെൻറ്റ് ടു സോ ആൻഡ് സോ കമ്പനി ആസ് ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിലോ ചുരുക്കത്തിൽ മാത്രമേ ഉള്ളൂ UI/UX ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഗ്രാഫിക് ഡിസൈനറായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും UX ഡിസൈനറായി മാറുന്നില്ല. ഗ്രാഫിക് ഡിസൈനറായിട്ട് പഠിച്ച ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പോകാൻ പറ്റുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും UX-ലും പഠിച്ചവരാണ് ഇതിലോട്ട് പോകുന്നത്. അത് പലപ്പോഴും ഗ്രാഫിക് ഡിസൈനിങ് ജോബിലോട്ട് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ ജോബ് പെട്ടെന്ന് കിട്ടുന്നൊരു ജോബാണ്. ആൻഡ് അതിനൊരു ഭാവിയില്ല. മുന്നോട്ട് പോകും തോറും അതിനൊരു സാലറി ഹൈക്കോ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു മേഖലയാണ് ഗ്രാഫിക് ഡിസൈൻ. UI/UX ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പോർഷൻ ആണെങ്കിലും എല്ലാം കുറച്ചുകൂടെങ്കിലും ഗ്രാഫിക് ഡിസൈനേക്കാളും ലെവലപ്പ് ചെയ്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് ജോബുകളിലും ഗ്രാഫിക് ഡിസൈൻ അല്ലാതെ നമ്മുടെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും UX ഡിസൈനിലാണെങ്കിലും നമുക്ക് എക്സ്ട്രാ അതർ സോഫ്റ്റ്വെയർസ് ഓൾസോ നമുക്ക് നീഡഡ് ആണ്. പല കമ്പനികളും അങ്ങനെയും കൂടെ ആവശ്യപ്പെടുന്നുണ്ട്, ലൈക്ക് വീഡിയോ എഡിറ്റിങ്ങും മോഷൻ ഗ്രാഫിക്സും എല്ലാം. കാരണം 2D അനിമേഷൻസിന് ചെറിയ ചെറിയ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആഫ്റ്റർ എഫക്ട്സും ഇതിൻ്റെ കൂടെ തന്നെ പലരും സ്കിൽ സെറ്റായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് UX മാത്രം പഠിച്ച് 3 മാസ കോഴ്സ് പഠിച്ച് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 3 മാസ കോഴ്സ്, ഒരു 3 മാസത്തെ ഒരു ക്യാപ്സ്യൂൾ കോഴ്സ് കൊണ്ട് UX ഡിസൈനറാക്കി മാറ്റാം നിങ്ങളെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാറ്റാമെന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പറയുമ്പോൾ അതിനകത്ത് പിന്നെയും വലിയ കുഴപ്പമില്ല. UI/UX എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബേസ് ഇല്ലാതെ കയറി വരുമ്പോൾ 3 മാസം കൊണ്ട് ആ കോഴ്സ് തീരുന്നു, നിങ്ങളുടെ അടുത്ത് കയറുന്നു. പക്ഷേ എത്ര നാൾ അവിടെ നിൽക്കുന്നു എന്നതുള്ളത് നിങ്ങളുടെ ബേസ്മെൻറ്റിനെ പോലെ ഇരിക്കും. നിങ്ങളിപ്പം നല്ലൊരു മണലുള്ളൊരു സ്ഥലത്ത് ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു വീട് വെച്ച് അങ്ങനെ ഇരിക്കും. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നല്ലൊരു മഴ വരുമ്പോഴത്തേക്ക് ഒലിച്ചു പോകും, അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് വീഴും എന്ന് പറയുന്ന പോലെയാണ് ഈ UI/UX 3 മാസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നത്.
It's not the course and the skill set, it's the experience, how much you have experienced in that field. അതിൽ നമ്മൾ ഓരോ വർക്ക്സ് ചെയ്ത് വരണം. അതിൻ്റെ കൂടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ്, എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സ്കിൽ സെറ്റ് കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാകണമെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം ഡിസൈൻ സ്ട്രീംസ് ഏതൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് ഡിസൈൻ സ്ട്രീംസിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ സ്ട്രീംസിനെ നമുക്ക് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 ടാഞ്ചിബിൾ സ്ട്രീംസ്, നമ്പർ 2 ഇൻടാഞ്ചിബിൾ സ്ട്രീംസ്, നമ്പർ 3 ബിസിനസ് സ്ട്രീംസ്. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഓക്കെ.